മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് കേട്ടോ. പ്രവർത്തനം 1. 1A 1B എന്നിങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഒന്നിന് മാത്രം പൂർണ്ണമായും ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1A, കലകളെ അറിയാം. മക്കളെ, ഇതാ ഇവിടെ കുറച്ച് കലാരൂപങ്ങൾ നൽകിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി A ക്വസ്റ്റ്യൻ വായിക്കാം. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതൂ. കഥകളി, തുള്ളൽ, ഒപ്പന. ഈ കലാരൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് എഴുതിയാൽ മതി. 3 കലാരൂപങ്ങളെ കുറിച്ച് ചെറുതായിട്ട് നോട്ട്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ജനകീയ കലാരൂപമാണ്. വിവാഹാഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഘനൃത്തമാണിത്. സാധാരണയായി സ്ത്രീകളാണ് ഒപ്പന അവതരിപ്പിക്കാറുള്ളത്. പുരുഷന്മാരും അവതരിപ്പിക്കാറുണ്ട് അല്ലേ. അവരുടെ ഒപ്പനയ്ക്ക് എന്താ പറയുന്നത്? വട്ടപ്പാട്ട്. അത് ജസ്റ്റ് ഒന്ന് മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. അമ്പന എന്ന അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്നു പേരുണ്ടായത്. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം തുടങ്ങിയ ഉത്തര കേരളത്തിലെ മുസ്ലിം വീടുകളിലാണ് ഒപ്പന പ്രധാനമായും നിലനിൽക്കുന്നത്. നെക്സ്റ്റ്, കഥകളി. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ്. ഇതിൽ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട്. കഥകളിയിലെ സാഹിത്യ രൂപത്തെ ആട്ടക്കഥ എന്ന് വിളിക്കുന്നു. പ്രധാന വാദ്യങ്ങൾ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടക്ക, ശംഖ്. കഥകളിയുടെ ആദ്യ രൂപത്തെ രാമനാട്ടം എന്ന് വിളിക്കുന്നു. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക്. നല്ല സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്ക് നൽകുന്ന വേഷമാണ് പച്ചവേഷം. ഓട്ടൻതുള്ളൽ. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് തുള്ളൽ. കുഞ്ചൻ നമ്പ്യാറാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. സാധാരണക്കാരൻ്റെ കഥകളി എന്നറിയപ്പെടുന്നു. പ്രധാന വാദ്യോപകരണങ്ങൾ മൃദംഗം, ഇടക്ക, ഇലത്താളം. ഓട്ടൻതുള്ളലിന് പുറമെ ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നിങ്ങനെ മറ്റു 2 രൂപങ്ങളുമുണ്ട്. സി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയുത്തരം കണ്ടെത്തി എഴുതുക. എ. സ്ത്രീകളുടെ സംഘനൃത്തമാണ് കഥകളി. ബി. ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ് മാർഗം കളിയിൽ ആലപിക്കുന്നത്. സി. വിവാഹാഘോഷങ്ങളിലെ സംഘനൃത്തമാണ് ഒപ്പന. മണവാളൻ്റെ ഗുണഗണങ്ങൾ മണവാട്ടിക്ക് മുമ്പിൽ മംഗളം കളിപ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നു. ബിയും സിയുമാണ് ശരി അല്ലേ. ആൻസർ 4 ബിയും സിയുമാണ് ശരി. പ്രവർത്തനം 1B, സംഗീത നൃത്ത കലാരൂപങ്ങൾ. അതിൽ എ. സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിച്ച ചില കലാരൂപങ്ങൾ ചുവടെ നൽകുന്നു. ഇവയെ തരം തിരിച്ചെഴുതൂ. ഒപ്പന, ലളിതഗാനം, തിരുവാതിര, നാടൻ പാട്ട്, തുള്ളൽ, ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ട്, മാർഗംകളി. നൃത്ത കലാരൂപങ്ങൾ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് കോളത്തിൽ നമുക്ക് സംഗീത കലാരൂപങ്ങൾ എഴുതാം. നൃത്ത കലാരൂപങ്ങൾ ഒപ്പന, തിരുവാതിര, തുള്ളൽ, മാർഗംകളി. സംഗീത കലാരൂപങ്ങൾ ലളിതഗാനം, നാടൻ പാട്ട്, ശാസ്ത്രീയ സംഗീതം, മാപ്പിളപ്പാട്ട്. ഈ സൂചനകളിൽ നിന്നും കലാരൂപം ഏതെന്ന് തിരിച്ചറിയുക. വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപം. ബി. പ്രധാന വാദ്യോപകരണമായി ചെണ്ട ഉപയോഗിക്കുന്നു. ആൻസർ തെയ്യം. ഇനി സി. തിരുവാതിരക്കളി, മാർഗംകളി എന്നിവയുടെ വേഷവിധാനം സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളേവ? മാർഗംകളിക്ക് ചട്ടയും മുണ്ടുമാണ് വേഷം. 2. തിരുവാതിരക്കളിക്ക് കേരളീയ വേഷമാണ് ധരിക്കുന്നത്. 2 കലാരൂപങ്ങൾക്കും കസവ് സാരിയാണ് ഉപയോഗിക്കുന്നത്. 4. ഇവക്ക് പ്രത്യേക വേഷങ്ങളില്ല. ആൻസർ 1ഉം 2ഉമാണ് ശരി. സി അല്ലേ. പ്രവർത്തനം 2, പലതരം പക്ഷികൾ. എ ക്വസ്റ്റ്യനിൽ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷികളുടെ ശരീരഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ ആഹാര സമ്പാദത്തിനനുസരിച്ച് അവ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് എഴുതുക. രണ്ടാമത്തെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് കഴുകൻ്റെ അതുപോലെ പരുന്തിൻ്റെ ഒക്കെ കാലുകളാണ് അല്ലേ. എങ്ങനെ എഴുതാ? ഇരയെ റാഞ്ചിയെടുക്കുന്നവർ. തേൻകുരുവിയാണ്, തേൻ നുകരുന്നവർ. ഈ പക്ഷികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കടങ്കഥകൾ നിർമ്മിക്കൂ. ഉദാഹരണം തന്നിട്ടുണ്ട്. പച്ച കലർന്ന നീല നിറം, കാലുകൾക്കോ ചുവപ്പു നിറം, വലുപ്പത്തിൽ ചെറുതെങ്കിലും ജലാശയങ്ങൾക്ക് സമീപം കാണും ഞാൻ, ഇഷ്ടാഹാരം ചെറു മത്സ്യങ്ങൾ, പല നിറത്തിൽ തൂവലുകൾ, ചീ ചീ ശബ്ദം ചൊല്ലും ഞാൻ ആരാണെന്ന് പറയാമോ? അത് പൊന്മാനാണ് അല്ലേ. ഇനി താറാവിനെ കുറിച്ചൊരു കടങ്കഥ തയ്യാറാക്കൂ. പരന്ന കാൽപാദം, പരന്ന ചുണ്ടുകൾ, വെള്ളത്തിൽ നീന്താൻ കഴിയും, പല നിറത്തിലുള്ള തൂവലുകൾ,
ക്വാക്ക് ക്വാക്ക് എന്ന ശബ്ദം. പറക്കാനും നീന്താനും നടക്കാനും കഴിയും. ഞാൻ ആര്? താറാവ്. നെക്സ്റ്റ് കാക്ക. കറുപ്പു നിറം. സസ്യവും മാംസവും ഭക്ഷിക്കും. പരിസരം ശുചീകരിക്കുന്നു. കൂട്ടമായി ജീവിക്കുന്നു. കട്ടിയുള്ള കൊക്ക്. കാ കാ എന്ന ശബ്ദം. പറക്കാൻ കഴിയും. ഞാൻ ആര്? കാക്ക. പ്രവർത്തനം 3. പരീക്ഷണം തയ്യാറാക്കാം. അതിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയെടുത്ത് അതിൻ്റെ വായ്ഭാഗത്ത് ഒരു ഈർക്കിളോ തീപ്പെട്ടിക്കൊള്ളിയോ വയ്ക്കുക. ശക്തിയായി അകത്തേക്ക് ഊതുമ്പോൾ ഈർക്കിൾ പുറത്തേക്ക് തെറിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? താഴെ നൽകിയിരിക്കുന്നവയിൽ യോജിച്ച പ്രസ്താവന ഏത്? ടിക്ക് ചെയ്യൂ. കുപ്പിക്കകത്ത് നിലനിൽക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഈർക്കിൾ പുറത്തേക്ക് വന്നു. ബി. കുപ്പി ചെറുതായതിനാൽ ഈർക്കിൾ അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. സി. കുപ്പിക്കുള്ളിൽ വായു ഉള്ളതിനാൽ ഈർക്കിളിന് അകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. ഡി. വായു കുപ്പിക്കുള്ളിൽ ഇല്ലാത്തതിനാലാണ് ഈർക്കിൾ പുറത്തേക്ക് പോയത്. ആൻസർ സി ആണ്. കുപ്പിക്കുള്ളിൽ വായു ഉള്ളതിനാൽ ഈർക്കിളിന് അകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. ശക്തിയായി ഊതുമ്പോൾ ഈർക്കിൾ കുപ്പിക്കകത്തേക്ക് കടക്കണമെങ്കിൽ പരീക്ഷണ ഉപകരണങ്ങളിൽ എന്ത് മാറ്റം വരുത്തണം? ചിത്രത്തിൽ നൽകിയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണം തയ്യാറാക്കി കുറിപ്പ് പൂർത്തിയാക്കൂ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? കുപ്പി, ആമർ, കത്രിക, ആണി. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലക്ഷ്യം എഴുതണം. നമുക്ക് ലക്ഷ്യം എന്ത് ചെയ്താൽ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് തെളിയിക്കുന്നതിന്. ആവശ്യമായ സാധനങ്ങൾ പ്ലാസ്റ്റിക് കുപ്പി, ആണിയോ അല്ലെങ്കിൽ കത്രിക ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. ഈർക്കിൾ. പരീക്ഷണം ചെയ്യുന്ന രീതി: ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. കത്രിക ഉപയോഗിച്ച് കുപ്പിയുടെ ഒരു ഭാഗം മുറിച്ചു കളയുക. ആണിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആണി ഉപയോഗിച്ച് കുപ്പിക്കൊരു ദ്വാരം ഉണ്ടാക്കുക. ശേഷം കുപ്പിയുടെ വായ്ഭാഗത്ത് ഈർക്കിൾ വെക്കുക. ശക്തിയായി ഊതുക. കണ്ടെത്തിയ വിവരങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണ ഫലം: കുപ്പിയുടെ വായ്ഭാഗത്ത് ഈർക്കിൾ വെച്ച് ശക്തിയായി ഊതുമ്പോൾ ഈർക്കിൾ കുപ്പിയുടെ അകത്തേക്ക് പോകുന്നു, ഉള്ളിലേക്ക് പോകുന്നു. കാരണം കുപ്പിക്കുള്ളിലെ വായു നമ്മൾ ഉണ്ടാക്കിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. നിഗമനം: വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. പ്രവർത്തനം 4. ഉത്സവങ്ങൾ പലതരം. സ്കൂൾ പ്രദർശന ഹാളിൽ വിവിധ ഉത്സവങ്ങളുടെ ചിത്ര പ്രദർശനം നടത്തുകയാണ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ. പ്രദർശനത്തിലെ വിവരങ്ങൾ പൂർത്തിയാക്കാൻ അവരെ സഹായിക്കൂ. ഫസ്റ്റ് കോളത്ത് തന്നിട്ടുള്ളത് തൃശ്ശൂർ പൂരം, ചെണ്ടമേളം, നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ, വെടിക്കെട്ട്, കുടമാറ്റം. അടുത്ത കോളത്ത് തന്നിട്ടുള്ളത് ഓണാഘോഷം. ഇവിടെ എന്തൊക്കെ എഴുതാം? ഓണപ്പൂക്കളം, ഓണസദ്യ, മാവേലി, ഓണക്കളികൾ, ഓണപ്പാട്ട്, ഓണക്കോടി. ഈ ക്വസ്റ്റ്യന് ഓണം, തൃശ്ശൂർ പൂരം എന്നിവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? അതിൽ 1, ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്. 2, പൂരങ്ങളുടെ പൂരം എന്നാണ് തൃശ്ശൂർ പൂരം അറിയപ്പെടുന്നത്. 3, ഇവ രണ്ടും അനുഷ്ഠാന കലാരൂപമാണ്. ആൻസർ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. പ്രവർത്തനം 5. അതിൽ 5A, 5B എന്നിങ്ങനെ 2 എണ്ണമുണ്ട്. 1ന് മാത്രം പൂർണ്ണമായും ഉത്തരം എഴുതിയാൽ മതി. 5A ഭാരം നിർണ്ണയിക്കാം. അതിൽ ചിത്രത്തിൽ ഏത് പാത്രത്തിലായിരിക്കും ഭാരം കൂടുതൽ? ടിക്ക് ചെയ്യൂ. ചിത്രം ഏതാണ്? ചിത്രം 2. ബി. ഒന്നാമത്തെ ബലൂണിൽ വെള്ളം നിറച്ചാൽ ത്രാസിലും ബലൂണിലും വരുന്ന മാറ്റങ്ങൾ ചിത്രീകരിക്കുക. മക്കളെ, ഇത് നിങ്ങൾ ഈ ത്രാസ് കുളത്തിലേക്ക് വരച്ച് ചേർക്കേണ്ടതാണ്. ഒന്നാമത്തെ ബലൂണിൽ വെള്ളം നിറച്ചാൽ എന്ത് സംഭവിക്കും? ബലൂണിന് ഭാരം കൊടുല്ലേ. അപ്പോൾ അതൊന്ന് ചെരിച്ച് വരക്കണം. ഒന്നാമത്തെ ബലൂണ് ചെരിച്ച് വരക്കുക. രണ്ടാമത്തെ ബലൂണ് കുറച്ച് മുകളിലായിട്ട് വരക്കുക. രണ്ടാമത്തെ ബലൂണ് ഒഴിഞ്ഞ ബലൂണും ഒന്നാമത്തെ ബലൂണ് വെള്ളം നിറച്ച കുറച്ച് വീർത്ത ബലൂണാണ് വേണ്ടത്. മനസ്സിലായല്ലോ അല്ലേ? പരീക്ഷണങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടൊരു LSS വീഡിയോ നൽകാം കേട്ടോ. LSSന് ഇമ്പോർട്ടൻ്റ് ആണ്, വരാൻ സാധ്യത ഉണ്ട്. ഇനി സി. ത്രാസിലും ബലൂണിലും മാറ്റം വരുന്നതിന് കാരണം എന്തായിരിക്കും? അതിൽ ബലൂണിൽ വെള്ളം നിറയുന്നതിനാൽ ബലൂണിൻ്റെ വലിപ്പം കൂടുന്നു, ബലൂണിൻ്റെ വലിപ്പം കുറയുന്നു, ബലൂണിൻ്റെ വലിപ്പത്തിന് മാറ്റമില്ല. ആൻസർ എന്താണ്? ബലൂണിൻ്റെ വലിപ്പം കൂടുന്നു. ബി. ബലൂണിന് ഭാരം വർദ്ധിക്കുന്നതിനാൽ വെള്ളം നിറച്ച ബലൂണിന് വശത്തേക്ക് ത്രാസ് താഴുന്നു, വെള്ളം നിറച്ച ബലൂണിൻ്റെ വശത്തേക്ക് ത്രാസ് പൊന്തുന്നു, വെള്ളം നിറക്കാത്ത ബലൂണിൻ്റെ വശത്തേക്ക് ത്രാസ് താഴുന്നു. ഇതിൽ ഒന്നാമത്തേതാണ് ശരി. വെള്ളം നിറച്ച ബലൂണിൻ്റെ വശത്തേക്ക് ത്രാസ് താഴുന്നു. പ്രവർത്തനം 5 ബി. ആകൃതി മാറുമോ? അതാ 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി ചോദ്യം വായിക്കാം. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള കുപ്പിയിലെ പാൽ വലിയ കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ പാലിൻ്റെ ആകൃതിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്?
പാൽ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ചിത്രത്തിലെ മരക്കഷ്ണം വലിയ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ മരക്കഷ്ണത്തിൻ്റെ ആകൃതിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? മരക്കഷ്ണത്തിൻ്റെ ആകൃതിക്ക് മാറ്റം സംഭവിക്കുന്നില്ല. ബി, നിങ്ങൾക്കറിയാവുന്ന ഖരാവസ്ഥയിലുള്ള ഏതെങ്കിലും 4 വസ്തുക്കളുടെ പേരെഴുതുക. ഏതൊക്കെ എഴുതാം? മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതി ചേർക്കുക. ഇവിടെ ഞാൻ കല്ല്, ഇരുമ്പ്, ചുറ്റിക, മേശ, ആണി ഇതൊക്കെ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് സി, ശരിയായത് കണ്ടെത്തി ടിക്ക് ചെയ്യുക. എ, കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല. ബി, വീർപ്പിച്ച ബലൂണിന് ഭാരമില്ല. സി, പാലിന് ഒഴുകാനുള്ള ശേഷിയുണ്ട്. ഡി, ഐസ് ക്യൂബിന് നിശ്ചിത ആകൃതിയില്ല. ആൻസർ സി ആണല്ലേ, പാലിന് ഒഴുകാനുള്ള ശേഷിയുണ്ട്. നമ്മുടെ LSS പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ മക്കൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അതുപോലെ LSSൻ്റെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട്. മക്കൾ അതൊക്കെ പോയി കാണുക. ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മക്കൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.